ഹലോ. അപ്പോൾ ഇന്നത്തെ നമ്മളെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഒരു ബ്രേസ്ലെറ്റ് ആയിട്ടാണ് വന്നേക്കണേ. അപ്പോൾ അത് ഈ ഒരു എലാസ്റ്റിക് ത്രെഡ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ബ്രേസ്ലെറ്റ് ഉണ്ടാക്കണേ. അപ്പോൾ വേസ്റ്റ് പീസൊക്കെ കൂട്ടിയിട്ടായിട്ട്, വേസ്റ്റ് പീസ് മീൻസ് നമ്മുടെ ഗിൽറ്റർ ട്യൂബിൻ്റെ ബോക്ക് ഉണ്ടാക്കിയതിന് ശേഷം ബാലൻസ് വന്ന ഒരു പീസൊക്കെ വെച്ചിട്ടാണ് ചെയ്യാനായിട്ട്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. അപ്പോൾ അതിന് വേണ്ടി കുറച്ച് ക്രിസ്റ്റൽ ബീഡ് എടുത്തിട്ടുണ്ട്, നമ്മൾ ഗിൽറ്റർ ട്യൂബിൻ്റെ പീസ് എടുത്തിട്ടുണ്ട്, റോസ് ബീഡ് എടുത്തിട്ടുണ്ട്, പിന്നെ ഇത് ഈ ചെറിയ ഗോൾഡൻ ബീഡാണ് എടുത്തേക്കണേ. ഇനി നമുക്ക് നമ്മുടെ കൈയിൻ്റെ അളവെടുക്കണം. അതിന് വേണ്ടി ഇത് ഇങ്ങനെ എന്തോരം വെച്ചാൽ എടുത്തിട്ട് പിന്നെ കെട്ടാനുള്ള കുറച്ച് സ്പേസും കൂടി വിട്ടു കൊടുക്കുക. എന്നിട്ട് നമുക്കിത് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അങ്ങനെയാണ് ഇതിൻ്റെ അളവ് ഞാൻ എടുക്കുന്നത്. ഇനി ത്രെഡിൻ്റെ ഒരു വശം ഒന്ന് കെട്ടിക്കൊടുക്കേണ്ടത്, അത് നമ്മൾ ബീഡ്സ് കോർക്കുമ്പോൾ അപ്പുറത്ത് കൂടെ പോവാണ്ടിരിക്കാൻ വേണ്ടിയാണ് കേട്ടോ കെട്ടിക്കൊടുക്കണേ. അല്ല ഈ കെട്ട് ചിലപ്പോൾ അഴിഞ്ഞു പോരും. അങ്ങനെ ഉണ്ടെങ്കിൽ വല്ല ക്ലിപ്പോ എന്തെങ്കിലും അവിടെ കുത്തി കൊടുക്കാം കേട്ടോ. ഫസ്റ്റും തന്നെ നമ്മൾ ഗോൾഡൻ ബീഡാണ് കേട്ടോ കയറ്റി കൊടുക്കണേ. അത് ചെറിയ ഗോൾഡൻ ബീഡായിരുന്നു, അതിൻ്റെ ഹോളിന് കുറച്ച് കയറാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അപ്പോൾ ആദ്യം നമ്മൾ ഗോൾഡൻ ബീഡ് 2 എണ്ണമാണ് കയറ്റി കൊടുത്തേക്കണേ. അതിന് ശേഷം നമ്മൾ ഒരു ഗിൽറ്റർ ട്യൂബ് എടുത്തതിന് ശേഷം ഈക്വലായിട്ട് കട്ട് ചെയ്തിട്ട് ഒരു പീസ് ആദ്യം കയറ്റി കൊടുക്കുന്നുണ്ട് കേട്ടോ. ശേഷം നമ്മൾ ഗോൾഡൻ ബീഡ് ഫസ്റ്റ് ഇട്ട പോലെ തന്നെ 2 എണ്ണം കയറ്റി കൊടുക്കാം. ഇത് ഞാൻ ഇങ്ങനെ ചെയ്തെന്നുള്ളൂ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഗിൽറ്റർ ട്യൂബ് മാത്രമായിട്ട് ചെറിയ ചെറിയ പീസാക്കിയിട്ട് ഗോൾഡൻ ബീഡ് കുറച്ച് വലിയ സൈസ് ഇടയിൽ ഇട്ട് കൊടുത്തിട്ട് ഫുള്ള് മറ്റേ ക്രിസ്റ്റൽ ബീഡൊന്നും ഇല്ലാണ്ട് അങ്ങനെയും വേണമെങ്കിൽ ചെയ്തെടുക്കാം കേട്ടോ. പിന്നെ ഞാനൊരു റോസിൻ്റെ ബീഡ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷം 2 ഗോൾഡൻ ബീഡാണ് ഇട്ട് കൊടുക്കണേ. നേരത്തെ ചെയ്ത പോലെ തന്നെ ഗോൾഡൻ ബീഡ് ഇട്ടതിന് ശേഷം നമ്മുടെ ഗിൽറ്റർ ട്യൂബ് 2 ഒരെണ്ണം കയറ്റി കൊടുക്കും. പിന്നെ അതിന് ശേഷം 2 ഗോൾഡൻ ബീഡ് ഇട്ട് കൊടുക്കുക. നമ്മൾ ചെയ്തെടുത്തത് സെൻറ്ററിലേക്കുള്ളതായിരുന്നു കേട്ടോ. ഇനി നമ്മൾ 2 സൈഡിലേക്കും ക്രിസ്റ്റൽ ബീഡാണ് കോർത്ത് കൊടുക്കണത്. അത് 2 സൈഡിലൂടെയും കോർത്ത് കൊടുക്കാം കേട്ടോ. അത് ഫുള്ളായിട്ട് കോർത്തെടുക്കേണ്ട, നമ്മൾ കെട്ടാനുള്ള ഭാഗം ഒഴിച്ച് ബാക്കിയുള്ള സ്ഥലം വരെ നമുക്കത് കോർത്തെടുക്കാം കേട്ടോ. അപ്പോൾ ഈ 2 സൈഡും ഞാൻ കോർത്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ കെട്ടാണ് മനസ്സിലാക്കിയെടുക്കേണ്ടത്. കാരണം ഈ ഒരു എലാസ്റ്റിക് ത്രെഡ് പെട്ടെന്ന് അഴിഞ്ഞ് പോരുന്ന ഒരു ടൈപ്പാണ്. അപ്പോൾ നമുക്ക് ഇത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഫസ്റ്റ് ഇങ്ങനെ ക്രോസ് ചെയ്ത് പിടിച്ച ശേഷം ഒരു എൻഡ് മാത്രം ഉള്ളിലേക്ക് 2 ചുറ്റണം. വീഡിയോയിൽ കറക്റ്റ് നോക്കിയാലേ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. ചിലപ്പോൾ ഞാൻ പറയണത് നിങ്ങൾക്ക് മനസ്സിലാവത്തില്ല. അപ്പോൾ ആദ്യമായിട്ട് ചെയ്യണവരൊക്കെ ഉണ്ടെങ്കിൽ കുറച്ച് കൂടുതൽ ത്രെഡ് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. എന്നാലേ നിങ്ങൾക്ക് ശരിക്കും പിടിച്ചത് കെട്ടാൻ പറ്റത്തുള്ളൂ. അങ്ങനെ 2 കെട്ട് ഇട്ടതിന് ശേഷം പിന്നെയും ബാക്കിയുള്ള എൻഡ് നമ്മൾ അതുപോലെ തന്നെ ക്രോസ് ചെയ്തിട്ട് പിന്നെയും 2 ചുറ്റാണ് ചുറ്റിയെടുക്കണേ കേട്ടോ. എന്നിട്ട് ആ വരുന്ന ഗ്യാപ്പിൻ്റെ ഉള്ളിൽ ഒരു സ്റ്റിക്ക് എന്തെങ്കിലും ചെറിയൊരു സ്റ്റിക്ക് എന്തെങ്കിലും കയറ്റി വെച്ചിട്ട് നല്ലതുപോലെ നമുക്ക് അങ്ങോട്ട് വലിച്ചെടുക്കണം. ഇതിൽ ഞാൻ ഫുള്ളായിട്ട് ടൈറ്റ് ചെയ്യണില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ കസ്റ്റമറിന് കാണിച്ചു കൊടുക്കണം, ഇങ്ങനെ മതിയോ എന്നുള്ളത് കാണിച്ചു കൊടുക്കണം. അവരൊരു ഹെയർ ബാൻഡിന് ചെയ്ത് കൊടുത്തിട്ടുണ്ട്, അതിന് മാച്ചായിട്ട് ചെയ്ത് തരാൻ പറഞ്ഞതുകൊണ്ട് ഞാനിങ്ങനെ എൻ്റെ ഇഷ്ടത്തിനാണത് ചെയ്തേക്കണേ. അവർക്ക് കാണിച്ചു കൊടുത്തതിന് ശേഷം ഞാനിത് നല്ലതുപോലെ ടൈറ്റാക്കും ഉള്ളൂ. അപ്പോൾ ഇതന്നെ നല്ലതുപോലെ അങ്ങോട്ടും ഇങ്ങോട്ടും പിടിച്ച് വലിച്ച് ഒരു സൈഡ് എന്നല്ല 2 സൈഡും നല്ലതുപോലെ വലിച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതവിടെ ടൈറ്റായിട്ട് ഇരുന്നോളൂ കേട്ടോ. ഞാനിപ്പോൾ ഈ ചെയ്തത് മനസ്സിലായിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്താൽ മതി. അപ്പോൾ വേറൊരു വീഡിയോ ചെയ്യാം കേട്ടോ. അപ്പോൾ ബ്രേസ്ലെറ്റിൻ്റെ മേക്കിംഗ് വീഡിയോ ഇത്രേ ഉള്ളൂ. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയുമായി വേഗം വരാം. അതുവരെ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.